ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ കുക്ക് ടോപ്പ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പാർട്സ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 മീഡിയം സൈസ്ഡ് സവാള നീളത്തിലരിഞ്ഞത്, 2 മീഡിയം സൈസ്ഡ് തക്കാളി നീളത്തിലരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആവശ്യമായത്. ഇനി 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ പാർട്സ്. ഞാനിവിടെ 1 കിലോ ചിക്കൻ പാർട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായി ഒരു കടായി ചൂടാക്കിയെടുക്കുക. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ശേഷം അതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആണ് മുളക് പൊടിയേക്കാൾ മുന്നിട്ട് നിൽക്കേണ്ടത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന കുരുമുളക് പൊടിയാണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് നൽകുന്നത്. മസാലയിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വന്നാൽ പൊടികളെല്ലാം നന്നായി മസാലയിൽ പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പാർട്സ് ആഡ് ചെയ്യാം. പാർട്സിലെ മുട്ട ഞാനിപ്പോൾ ചേർക്കുന്നില്ല. മുട്ടയ്ക്ക് വേവ് കുറവായതിനാൽ അത് കുറച്ച് കഴിഞ്ഞ് ചേർത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായി മസാലയിൽ ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് 10 മിനിറ്റ് വേവിക്കാം. ഈ സമയം ഞാൻ ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ തന്നെയാണ് വെക്കുന്നത്. കറി പാത്രത്തിന്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പാർട്സിലെ മുട്ട ആഡ് ചെയ്യാം. മുട്ട ഉടയാതെ ഇതൊന്ന് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഞാനിവിടെ ലഗൂൺ ചിക്കൻ്റെ പാർട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലപോലെ വേവിക്കണം. കറി പാത്രത്തിന്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. 20 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കാം. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി തിക്ക് ഗ്രേവി ആയി കഴിഞ്ഞാൽ ഇതിനു മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനു മുകളിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ശേഷം 1 തണ്ട് കറിവേപ്പില കൂടി വെച്ച് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം. നമ്മുടെ ടേസ്റ്റി ചിക്കൻ പാർട്സ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെന്റ്. ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ഫോളോ us on Instagram at the Cooktop Stories.